നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി പ്രോ ലീഗിൽ ഇന്ന് അൽ നസ്ർ കളിക്കാനിറങ്ങിയാണ്. വിവാദങ്ങൾ ഇങ്ങനെ കൊടികുത്തി വാഴുകയാണ് സൗദി പ്രോ ലീഗിൽ. നിങ്ങൾക്കറിയാലോ, അൽ അഹ്ലിയെ വിജയിക്കാൻ വിട്ടില്ല, മനഃപൂർവ്വം അൽ അഹ്ലിയെ തോൽപ്പിച്ചു എന്നാണ് അവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും കോമ്പറ്റീഷൻ കമ്മിറ്റി ഇപ്പോൾ അവരുടെ പരാതി സ്വീകരിച്ച് എന്താണെന്ന് സംഭവിച്ചത് എന്നുള്ളത് പരിശോധിക്കുകയാണ്. റഫറിമാർ തങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു എന്നാണ് അൽ അഹ്ലിയുടെ വാദം. മാത്രമല്ല, ഫോർത്ത് ഒഫീഷ്യൽ അൽ അഹ്ലിയുടെ ഒരു താരത്തോട് പറഞ്ഞത്രേ, നിങ്ങൾ ലീഗിൽ അത്ര ശ്രദ്ധിക്കണ്ട, നിങ്ങൾ AFC ചാമ്പ്യൻസ് ലീഗ് നേടാൻ നോക്കുകയെന്ന്. അതായത് ലീഗ് ചില ആളുകൾക്ക് റിസർവ് ചെയ്ത് വെച്ചതാണ് എന്ന തോന്നലുണ്ടാക്കുന്ന തരത്തിൽ സംഭാഷണമുണ്ടായി എന്നതാണ് ആരോപണം. ആർക്കാണ് ലീഗ് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നതിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അറിയാലോ ആർക്കാണ് എന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇങ്ങനെ വിവാദം നിൽക്കുന്നത്. അപ്പോൾ അതിനിടക്കാണ് ഇന്ന് അൽ നസർ കളിക്കാൻ ഇറങ്ങുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ അൽ നസർ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതവർക്ക് തുടരണം. ഇന്നത്തെ മത്സരത്തിൽ അക്ദൗദാണ് എതിരാളികൾ. രാത്രി 11:30 മത്സരം. 27 കളികളിൽ നിന്ന് 70 പോയിൻറ്റുമായിട്ട് അൽ നസർ ഒന്നാമത്, 28 കളി 68 പോയിൻറ്റുമായിട്ട് അൽ ഹിലാൽ രണ്ടാമത്, 28 കളി 66 പോയിൻറ്റുമായിട്ട് അൽ അഹ്ലി മൂന്നാമത്. അൽ അഹ്ലി ഇന്നലത്തെ കളി ജയിച്ചിരുന്നെങ്കിൽ അവർക്ക് 68 പോയിൻറ്റിലേക്ക് എത്താൻ കഴിയുമായിരുന്നു. ആ ഒരു ടൈറ്റിൽ കോമ്പറ്റീഷൻ ശക്തമായിട്ട് നിലനിർത്താൻ കഴിഞ്ഞേനെ. അതില്ലാതെയാക്കിയിട്ടുണ്ട് ഏതായാലും. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ അൽ അക്ദൗദിനെതിരെ അൽ നസറിൻ്റെ 11ൽ ആരൊക്കെ ഇറങ്ങുമെന്നുള്ളതാണ് ചോദ്യം. ലഭ്യമാവുന്ന വിവരങ്ങൾ, സൗദി അറേബ്യയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഗോൾ കീപ്പറായിട്ട് ബെൻഡോ, ഡിഫൻസിൽ സിബാക്കനും അൽ അംറിയും, ഇരു പാർശ്വങ്ങളിലായിട്ട് ഐമനും ബൗഷലും, മധ്യനിരയിൽ ഏഞ്ചലോയും ബ്രസോവിച്ചും, പിന്നെ മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ജാവോ ഫെലിക്സും. മുന്നേറ്റത്തിൽ ഇരു പാർശ്വങ്ങളിലായിട്ട് സാദിയോ മാനയും ഖരീബും ഉണ്ടാകും. ഗോളടിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ രൂപത്തിൽ ടീമിനെ ഇറക്കും അൽ നസർ എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.